നമസ്കാരം. എൻ്റെ പേര് ടോമിച്ചനം തോമസ്. ഞാൻ ചെല്ലാർകോവിൽ കേന്ദ്രീകരിച്ച് ഏലമല ബയോടെക് ലാബ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. കൃഷിക്ക് ഗുണകാരികളായിട്ടുള്ള ഒട്ടേറെ ജീവാണുക്കളെ ലാബിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏലമല ബയോടെക് ലാബ്. പ്രത്യേകിച്ച് സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, NPK ബാക്ടീരിയകൾ, അതുപോലെ വാമ, ബിവേറിയ, വെറ്റിസിലിയം, പസിലോമൈസിസ്, ഇങ്ങനെ ചെടികൾക്ക് ആദ്യന്തം ഗുണകരമായിട്ടുള്ള ജീവാണുക്കളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് നമ്മൾ കലക്കി ഒഴിക്കുന്നുണ്ട് ചെടികൾക്ക്. പ്രത്യേകിച്ച് ഏലകൃഷിയുടെ ഒരു പ്രമുഖമായ ഒരു പ്രദേശമായതുകൊണ്ട് ഈ കൂടുതലും ഏലകർഷകരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ഒപ്പം തന്നെ പച്ചക്കറിക്കും കുരുമുളകിനും വെജിറ്റബിൾസിനുമൊക്കെ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ച് കൃഷി പല രീതിയിലും വെല്ലുവിളികൾ നേരിടുന്ന ഈ സമയത്ത് നമുക്ക് രോഗങ്ങളെ, മണ്ണിൽ കൂടിയുള്ള രോഗബാധകളെയൊക്കെ കൂടുതൽ തടയാൻ ഇതുപോലുള്ള സുസ്ഥിര മാർഗങ്ങളിലേക്ക് കടന്നാലേ സാധിക്കുകയുള്ളൂ. ഒപ്പം ഈ മൺസൂണിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയൊരു പ്രോഡക്റ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ജൈവമൂലിക എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. ഇത് ബേസിക്കായിട്ട് വെർമി കമ്പോസ്റ്റിൽ ഈ ഗുണകാരികളായിട്ടുള്ള ട്രൈക്കോഡെർമ, NPK ബാക്ടീരിയ, ബാസിലസ് സബ്റ്റിലിസ് ഇതുപോലുള്ള ജീവാണുക്കളാൽ സമ്പുഷ്ടമാക്കിയ ഒരു മിശ്രിതമാണ്. ഇത് നമുക്ക് അഴുകൽ, തട്ടമറിച്ചിൽ, ഫിസേറിയം, വാട്ടം ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ്. ഇത് പ്രയോഗിക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് വെതറിട്ട് കൊടുക്കാം അഴുകലുള്ള ഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു കിലോ എന്നുള്ള ഒരു രീതിയിൽ 200 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് കലക്കി ഡ്രൻ ചെയ്യാം. എങ്ങനെയായാലും ജീവാണുക്കൾ ജൈവ സാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തുടങ്ങണം, അത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗാനിക് മാന്യൂറിൻ്റെ കൂടെ ഈ ജീവാണുക്കളെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഇത് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തന നിരതമാകും, നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.